മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോദിച്ചോണ്ടിരിക്കുക. അതാണ് മിഷൻ 150. ഞങ്ങള് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നല്ല മനോഹരമായ 2 വീഡിയോ ആണ്. ഒന്ന് കേരളത്തിലെ തന്നെ 2ാമത്തെ ഡ്രൈവിംഗ് ബീച്ചായ, അതായത് കണ്ണൂർ തലശ്ശേരിയുള്ള ഡ്രൈവിംഗ് ബീച്ചാണ് എല്ലാവർക്കും അറിയാവുന്നുള്ളത്. പലർക്കും അറിയാത്ത ഒരു ഡ്രൈവിംഗ് ബീച്ച് ഉണ്ട്, 2ാമത്തെ ബീച്ച്. അത് കണ്ണൂർ പോലെ തന്നെ അടിപൊളിയാണ്. അപ്പോൾ എന്താണ് സ്ഥലത്തിന്റെ പേര്? തിക്കോടി അല്ലേ? കോഴിക്കോട് ജില്ലയിലെ തിക്കോടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അടിപൊളിയാണ്, നമുക്ക് കാണാം, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ചെറിയ തന്തേന്റെ സ്കിഡ് ചെയ്യുന്ന വീഡിയോ ഉണ്ട് ചെറുതായിട്ട് നമ്മള്, പക്ഷേ അത് മനസ്സിലാവുന്ന അറിയത്തില്ല. എന്നാലും ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്, കണ്ട് മനസ്സിലാക്കാൻ പറ്റെങ്കിൽ മനസ്സിലാക്കുക. അപ്പൊ അതുണ്ട്. പിന്നെ അകലാപ്പുഴ എന്ന് പറഞ്ഞല്ലേ, കേരളത്തിലെ സഞ്ചാരികളുടെ ഹൃദയത്തിൽ കയറി പറ്റിയ ഒരു സ്ഥലമാണത് അല്ലെ. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം, നല്ല അടിപൊളി ഏക്കർ കണക്കിന് നിസാരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും. പിന്നെ ബോട്ട് എന്ന് പറഞ്ഞാൽ കുറേ ബോട്ടും കാര്യങ്ങളുണ്ട്, പെഡൽ ബോട്ടും സ്പീഡ് ബോട്ടും വലിയ ബോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. DJ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. തകർക്കാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ 2 സ്ഥലത്തിലെ 2 കാഴ്ചകളായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കണേ. അല്ല പക്ഷേ ചോദിച്ചോണ്ടേ ഞങ്ങൾ എല്ലാരും കൂടെ കൂടിയിട്ട് മിഷൻ 150ന്റെ കുടുംബം എല്ലാം കൂടെ കൂടിയിട്ടില്ലേ അടിപൊളിയായിട്ട് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്നുള്ള കാര്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അറിയുള്ളൂ. എന്തായാലും ഒരു ഡ്രൈവ് ആണ്, ഒരു അടിച്ചുപൊളിയാണ്. ഇപ്പൊ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ ഫുൾ ലോഡാണ് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇറങ്ങി കഴിയുമ്പോൾ കാണിച്ചാൽ എത്ര പേരുണ്ട്. ഉള്ള സൗകര്യം കൊണ്ട് ഓണം പോലെ ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. അപ്പോൾ അതെ, മിക്കവാറും ഓവർലോഡിന് ട്രാഫിക്ക് പൊക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് എങ്ങനെയാണ് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പൊ നമുക്ക് യാത്രേനെ കുറിച്ച് കാണാം അല്ലേ, ഒരു ചെറിയൊരു ഡ്രൈവ്. ഓക്കെ, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? അകലാപ്പുഴയിലേക്കാട്ടോ. എല്ലാരും അങ്ങോട്ടേക്കാ പോകുന്നത്. അവിടെ നല്ല തിരക്കായിരിക്കും. അകലാപ്പുഴയെ കുറിച്ച് 2 വാക്കുകൾ വിവരിക്കാൻ എന്താ ഉള്ളത്? എന്നാ വേഗം എന്റെ ഫോൺ എപ്പോ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ടൊവിനോയുടെ തീവണ്ടി എന്നുള്ള ഫിലിം ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അമ്പലം എവിടെയാ ശിങ്കി ഇപ്പൊ കാണിച്ചു തരാം. കോട്ടയം അമ്പലം ഇവിടെ വന്നിട്ട് ബസ് കയറും. ഞങ്ങള് സീറ്റ് ഉണ്ടായിട്ട് ഇതാണ് കോട്ടയം അമ്പലം. ഫോട്ടോ എടുത്ത സ്ഥലം. അവിടെ നീ മാമന്റെ കല്യാണത്തിന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് തീവണ്ടി സിനിമ ഷൂട്ട് ചെയ്തൊരു സ്ഥലം. അത് സഞ്ചാരികളുടെ പറുദീസ അങ്ങനെയൊക്കെ പറഞ്ഞു. അതെ, സഞ്ചാരികളുടെ സന്ദർശകരുടെ തിരക്കായിരുന്നു. കായൽപ്പരപ്പിലൂടെ യാത്ര ചെയ്ത് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം. പുഴമധ്യത്തിലൂടെ തുരുത്ത് സഞ്ചാരികളെ ആകർഷിക്കും. തെങ്ങുകൾ, കണ്ടൽക്കാടുകൾ, മറ്റു സസ്യങ്ങൾ, കിളികളുടെ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി വളരുകയാണ് അകലാപ്പുഴ. യാത്രയ്ക്ക് വിവിധ രീതിയിലുള്ള ബോട്ടുകളുണ്ട്.
സർജറി ഇനി പതുക്കെ പോയിക്കോ കേട്ടോ. വളഞ്ഞ വഴിയാണ്. എന്റെ കാലല്ല, എന്റെ കാലിന്റെ സ്കിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ലേക്ക് വ്യൂ പാലസ് മുടിയൊക്കെ അകലാപ്പുഴേനെ ഒരു സൈഡാണ് നമ്മൾ ഇവിടെ ഇപ്പൊ ഫസ്റ്റ് കാണാൻ പോണത്. ഇതാണ് ഫസ്റ്റ് സൈഡ്. ഒരു ഭാഗം മാത്രമാണ് ഇത് അകലാപ്പുഴേന്റെ. അഖിലാപ്പുഴയുടെ ഒരു ഭാഗം. ഇനി മെയിൻ ഇൻഫ്ലേമബിൾ അടുത്ത ഭാഗം അപ്പുറത്തേക്കാണ്. ഇന്ന് ഭയങ്കര തിരക്കായിരിക്കും. സൺഡേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരുപാടുണ്ട്. അവിടെ കണ്ടോ അഖിലാപ്പുഴ. ഇന്ന് ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. നമുക്കിവിടെ അഖിലാപ്പുഴ ഹൈലി ഇൻഫ്ലേമബിൾ ആണല്ലോ. ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാം. അതെ, അവിടെയാണ് മെയിൻ ഭാഗം. അഖിലാപ്പുഴ എത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ ഇവിടുന്ന് കഴിക്കാട്ടോ. അഖിലാപ്പുഴ ഇതിന്റെ പ്രത്യേകത ഞങ്ങൾ അതെ അകലാപ്പുഴയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ രമണി ചേച്ചിയെ കാണാൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രകൃതിയുടെ രമണീയ കാഴ്ചകൾ കാണാൻ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളിടത്തേക്ക് കാലത്തേക്ക് കൊണ്ടേ മറ്റുള്ള ആൾക്കാരുടെ കൂടെ പുറകെ എങ്ങനെ പോയാൽ മതി അങ്ങോട്ടേക്ക്? അപ്പൊ അവരൊക്കെ പോണതോ? അവര് പോകുന്നല്ലോ പോണ്ട. അങ്ങോട്ടേക്ക് അപ്പൊ നമ്മുടെ മറ്റേ സിനിമ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ്. ആ തുരുത്താണ് നമ്മളിപ്പോ. അതെ, ടൊവിനോനെ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ പോയി പുകവലി നിർത്തിയ സ്ഥലത്തേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. അതെ. ഞങ്ങളെ പറ്റിച്ചു. നമ്മളവിടെ ഇറങ്ങിയില്ലല്ലോ. ആ ഇവിടെയുണ്ട് കളക്ഷൻ. ഇവിടെ അത്യാവശ്യം കളക്ഷൻ ഉണ്ട് അല്ലേ? അവിടെ അത്ര ഇല്ലെങ്കിൽ കുറച്ച് രീതിയിൽ കളക്ഷൻ. ഇതറിയുന്നത് ഞാൻ താൻ്റെ അടുത്ത് ഇതാണ് എന്റെ സ്റ്റൈല്. ഇത് നോക്കുങ്ങളെ നമുക്ക് ഇച്ചിരി മുന്നോട്ട് പോയിട്ട് അവിടെ പാർക്ക് ചെയ്യാം. നമുക്കിവിടെ ഇറങ്ങാന്നാല് വാങ്ങിക്കോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള എവിടെയാ മാഷേ? നമ്മള് അളകാപ്പുഴ. അകലാപ്പുഴ എന്ന് പറഞ്ഞ വിനോദസഞ്ചാരികളുടെ ഒരു എന്താ പറയാ, വിനോദസഞ്ചാരിയുടെ പർദീസ എന്നൊക്കെ പറയാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. അതെ, ആ സ്ഥലത്തെ കുറിച്ച് കാഴ്ചകളാണ് നമ്മൾ ഇഷ്ടംപോലെ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതെ, ഇഷ്ടംപോലെ പാട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ സ്ഥലം കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരാം അല്ലേ പക്ഷേ? പിന്നെ ഇന്നത്തെ ഞായറാഴ്ച നമുക്ക് എല്ലാത്തിനും കൂടെ അടിച്ചാൽ ഈ സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ തീവണ്ടി എന്നുള്ള സിനിമയില് ടൊവിനോനെ അങ്ങോട്ട് പറഞ്ഞിടുന്ന ഒരു സ്ഥലമുണ്ട്, ഇത് നന്നാവാൻ വേണ്ടിട്ട്. യെസ്, അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളാണ് നമ്മള് കാണിക്കാൻ പോകുന്നത്. നമ്മളെ കേരളത്തിലെ രണ്ടാമത്തെ ഡ്രൈവിംഗ് ബീച്ചായ തിക്കോടിയാണ് കേട്ടോ. തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലുള്ളത്. ഇവിടെ വന്നപ്പോൾ ഇന്ന് ഞായറാഴ്ച സൺഡേ ഐസ് ഹോളിഡേ ആണെങ്കിൽ അതിൻ്റെതായ കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ.
നമ്മളിതാ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നല്ലൊരു ആറാടിക്കണമെന്നുണ്ട്, പക്ഷെ ഭയങ്കര തിരക്കല്ലേ. റൈഡ് ബീച്ചല്ലേ? റൈഡ് ബീച്ച് നമുക്ക് ജസ്റ്റ് ഒരു റൈഡ് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ കാര്യങ്ങളൊക്കെ കാണാം, ഒരു സീനൊക്കെ കാണാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഹലോ ഹലോ, എന്താണ് പറയാനുള്ളത്? ആറാടിച്ചോണ്ടേ ഇരിക്കുക. കൂടിയോ? തിക്കോടി ബീച്ചിലെ ഡ്രൈവിംഗ് ബീച്ചിലെ സൂര്യാസ്തമയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ സൂര്യനെ നമ്മൾ വെള്ളത്തിലേക്ക് മുക്കി കൊല്ലാൻ വേണ്ടി പോവാണ്. ഇതാ താന്നുകൊണ്ടിരിക്കുന്നു. ഞായർ എന്ന് പറഞ്ഞ അവധി ദിവസത്തെ മാക്സിമം ഇവിടുത്തെ ആൾക്കാർ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള തെളിവുകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബീച്ച് നിറച്ചും വണ്ടികളും നിറച്ചും ആൾക്കാരാണ് കേട്ടോ. ഇനി ഇത്തിരിയും കൂടെ കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ മതി, പിന്നെ അടിപൊളി തിരക്കായിരിക്കും. ഇവിടെ ഇപ്പോൾ വണ്ടി ഓടിച്ച് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, കാരണം അത്ര ആൾക്കാരാണ് ഇവിടെ. എപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു നീർച്ചാലാണിത്. ഇത് ഒരിക്കലും ചീച്ചി വെള്ളമല്ല, നല്ല വെള്ളമാണ് കേട്ടോ. മിക്കവാറും നമ്മൾ കാണുന്ന ഇങ്ങനെ ഒഴുക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ അഴുക്ക് വെള്ളമായിരിക്കും. അതുകൊണ്ടോ പിള്ളേർ കളിക്കുന്നൊക്കെ ഉണ്ട്, അവിടെ നീന്തണൊക്കെ ഉണ്ട്. നല്ല വെള്ളം കേട്ടോ ഇത്. ഇതാണ്ട് അവിടെ ഇഷ്ടംപോലെ പിള്ളേർ കളിക്കുന്നൊക്കെ ഉണ്ട്.